നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 നമുക്കറിയാം, മെയ് മാസത്തിൽ നടക്കുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ വരുന്ന ഫെബ്രുവരി മാസമാണ് ആരംഭിക്കേണ്ടത്. NEET.NDA.NIC.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ വർഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ്, നീറ്റിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടും രജിസ്ട്രേഷൻ നമ്മൾ എന്തൊക്കെയാണ് കരുതേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആധാർ എന്താണ്, ആപാർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നോട്ടിഫിക്കേഷനിലേക്ക്. നീറ്റ് 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ എക്സാം എന്നിവ ആപാർ, അതായത് ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി, അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് ആപാർ ID? നമ്മൾ സ്കൂൾ, കോളേജ്, അതുപോലെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് തലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളുടെ അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്കോറുകളും, എല്ലാ ഇൻറ്റേർണൽ മാർക്കുകളും, എല്ലാ കാര്യങ്ങളും ഒരു ഏകീകൃത വെബ് പോർട്ടലിൽ ലഭ്യമാവുകയും, നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ വരെ നമുക്ക് മാർക്ക് ലിസ്റ്റുകളായിരുന്നു. നമ്മൾ വിവിധ അഡ്മിഷന് പോകുമ്പോൾ ആ മാർക്ക് ലിസ്റ്റുകളാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം നമുക്ക് പെർമനൻ്റായിട്ട് ഒരു അക്കൗണ്ട് കിട്ടുകയും ആ അക്കൗണ്ടിൽ നമ്മളുടെ സ്കൂൾ തലം മുതലുള്ള എല്ലാ സ്കോറുകളും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരത്തെ തന്നെയുള്ളൊരു പദ്ധതിയാണ് ആപാർ ID എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഡിഗ്രി തലത്തിൽ പഠിക്കുമ്പോഴും MBBSനാണെങ്കിലും ഏത് കോഴ്സ് ഡിഗ്രിക്ക് പഠിക്കുമെങ്കിലും ഒക്കെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ ആഡ് ചെയ്യുന്നത് ആപാർ IDയിലായിരിക്കും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ആപാർ ID ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നീറ്റുമായിട്ട് അതിനെന്താണ് ബന്ധം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. നീറ്റ് 2025 നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്കൊരു യൂണിക് ID നമ്പർ വേണം. അതിൽ ഒന്ന് മാത്രമാണ് ആപാർ ID എന്ന് പറഞ്ഞാൽ എല്ലാവരും നീറ്റ് 2025 രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യയിലുള്ളവരും വിദേശത്തുള്ളവരും എല്ലാവർക്കും ആപാർ ID വേണമെന്നല്ല. അതിൽ ഒന്ന് മാത്രമാണ് ആപാർ IDയും. നമുക്ക് വേണ്ട, രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ട എന്തൊക്കെ ആയിരിക്കും? ഒന്ന്, ആധാർ നമ്പർ. നീറ്റ് 2025 രജിസ്ട്രേഷൻ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴേ ആദ്യം നമ്മളോട് ചോദിക്കും, കാൻഡിഡേറ്റിൻ്റെ ഒരു യൂണിക് ID നമ്പർ വേണം. ഒന്നെങ്കിൽ ആധാർ നമ്പർ, അല്ലെങ്കിൽ ആപാർ ID, അതൊരു 12 ഡിജിറ്റ് നമ്പറാണ്, ആ നമ്പർ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഡിജി ലോക്കർ നമ്പർ ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാൻ കാർഡിൻ്റെ നമ്പർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പർ ഉണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടാവുകയും അത് എൻ്റർ ചെയ്ത് വാലിഡ് ആണെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറുകയുള്ളൂ. ആധാർ നമ്പറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ഏത് മൊബൈലുമായിട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിനകത്തോട്ട് OTP വരികയും ആ OTP എൻ്റർ ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കടക്കുകയുള്ളൂ. അങ്ങനെ ആധാർ വെച്ച് ചെയ്തവർക്ക് ആ കാൻഡിഡേറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കായിട്ട് ആ രജിസ്ട്രേഷൻ വിൻഡോയിൽ വരും. നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഹ്യൂമനായിട്ട് വരുന്ന എററുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആധാർ കാർഡിലെ ഫാദർ നെയിമോ മദർ നെയിമോ അല്ലെങ്കിൽ അഡ്രസ്സോ ഒന്നും രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. അത് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പം ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി രണ്ടാമത്തെ ഡിജി ലോക്കർ ID ആണ് കൊടുക്കുന്നതെങ്കിലും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറും. പക്ഷേ അവിടെ OTP ഒന്നും ചോദിക്കില്ല. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് പോകാം. അതുപോലെ തന്നെ ആപാർ IDയും. ആപാർ ID ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, 12 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിലും നമ്മളുടെ കാൻഡിഡേറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ ലിങ്കിൽ വരും. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇനി നമുക്ക് ആധാർ അപ്ഡേറ്റഡ് അല്ല, ഇപ്പോൾ വിദേശത്തുള്ള കുട്ടികൾക്കൊന്നും ആധാർ അപ്ഡേറ്റഡ് അല്ല, ഇനിയിപ്പോൾ എടുക്കാൻ ഇപ്പോൾ തിരുതി പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യവുമില്ല. പകരം നമുക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ കൊടുക്കാം. അതല്ല, പാസ്പോർട്ട് ഉള്ളവർക്കാണ് ഏറ്റവും എളുപ്പം പാസ്പോർട്ട് നമ്പർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ OTP വരുമോ? ഇല്ല. പാൻ കാർഡോ പാസ്പോർട്ടോ ആണ് നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് ഒരു യൂണിക് ID ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ OTP ഒന്നും വരില്ല. നമ്മൾ ആ ID വെച്ച് രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറുന്നു. പേരുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യുന്നു. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഹോൾ ടിക്കറ്റുമായിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഏത് ID വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോഗിച്ച ID പ്രൂഫ് തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്തവർക്ക്
ഉള്ള ഗുണങ്ങൾ എന്താണ്? ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും ആധാർ ID ഉള്ളവർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുക? നമുക്കറിയാം, എക്സാം സെൻറ്ററിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഐറിസ്, നമ്മളുടെ മുഖം ഡിറ്റക്ഷൻ ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വേഗത കിട്ടും. അതുപോലെ തന്നെ അറ്റൻഡൻസിനൊക്കെ നമുക്ക് ബയോമെട്രിക് എടുക്കുമ്പോഴൊക്കെ നമുക്ക് വേഗത കിട്ടും. നമ്മൾ ആധാർ ID നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്താൽ പോലും നമുക്കത് വേഗത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആധാർ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴേ നമ്മളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പം എററുകൾ ഒഴിവാകും. ഫേസ് അറ്റൻഷൻ, അതുപോലെ തന്നെ ഉദയുടെ ഡേറ്റയുമായിട്ട്, ബയോമെട്രിക് ഒക്കെയുള്ള ഡേറ്റയുമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആധാർ ID ഉണ്ടെങ്കിൽ നമ്മളുടെ ക്രെഡൻഷ്യൽസ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് എപ്പോഴും കിടക്കും. നമുക്ക് ഏതൊരു റെക്കഗ്നേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ചെല്ലണമെങ്കിലും നമ്മുടെ ഈ ആധാർ ID കാണിച്ചാൽ മാത്രം മതി. നമ്മൾ മാർക്ക് ലിസ്റ്റുകളൊന്നും കാണിക്കണ്ട. അത് നമ്മൾ വരും കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നീറ്റിൻ്റെ അഡ്മിഷനുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല അത്. അങ്ങനെ നമുക്ക് ഈ രജിസ്ട്രേഷനും പരീക്ഷയുടെ സമയത്തൊക്കെ കുറച്ച് ഈസിനെസ്, കുറച്ച് എളുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആധാർ IDയും കൂടെ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതുപയോഗിക്കാം. ഇനി ആധാർ ID ഉള്ളവർക്ക് അതുപയോഗിക്കാം. ഡിജി ലോക്കർ ID ഉള്ളവർക്ക് അതുപയോഗിക്കാം. പാൻ കാർഡ് ഉള്ളവർക്ക് അതുപയോഗിക്കാം. അല്ലെങ്കിൽ പാസ്പോർട്ട് ഉള്ളവർക്ക് അതും ഉപയോഗിക്കാം. ഇതിലേത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നീറ്റ് 2025 ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി ആധാർ ID എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക? +2 ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങൾ നേരിട്ട്, അതായത് നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നേരെ തന്നെ ഡിജി ലോക്കർ IDയിൽ കയറാം. ഡിജി ലോക്കർ IDയിൽ കയറിയിട്ട് നിങ്ങളുടെ ആധാർ നമ്പറും നിങ്ങളുടെ OTPയും എൻ്റർ ചെയ്ത് ഡിജി ലോക്കറിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് ABC ക്രെഡിറ്റ് ID എന്നോ അല്ലെ ആധാർ ID എന്നോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആവും. അതിനകത്ത് നിങ്ങൾ ഒരു പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അതിനകത്ത് ആഡ് ചെയ്യണം. ഒന്നുകിൽ നീറ്റ് 2024 റോൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ കിട്ടും. +2 റോൾ നമ്പർ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ആധാർ ID ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇവിടെ +2 കഴിഞ്ഞവർക്ക്, +2 വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ഇത് ചെയ്തു തരും. കാരണം നിങ്ങൾ മൈനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിൻ്റെ ഒരു ഒതൻറ്റിക്കേഷനൊക്കെ വേണം. അത് കാരണം സ്കൂൾ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് ആധാർ ID ക്രിയേറ്റ് ചെയ്തു തരും. എന്താണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആധാർ ID ഉണ്ടാവണം. അത് നീറ്റുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് നമ്മളുടെ 10th സ്കോറ്, +2 സ്കോറ്, ഡിഗ്രിയുടെ ക്രെഡിറ്റ് സ്കോറുകൾ, നീറ്റിൻ്റെ തന്നെ ആണെങ്കിലും നീറ്റിൻ്റെ റോൾ നമ്പർ, നീറ്റിൻ്റെ റാങ്ക്, സ്കോറ്, അങ്ങനെയുള്ള നമ്മുടെ അക്കാഡമിക്കായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമുക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാനുള്ളതാണ് ആധാർ ID. അതിന് നീറ്റുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, നീറ്റ് 2025 രജിസ്റ്റർ ചെയ്യാനായിട്ട് 4 5 യൂണിക് IDകൾ വേണം. അതിലേതെങ്കിലും ഒന്ന്, 4 5 ഏതെങ്കിലും ഒരു ID എങ്കിലും ഉണ്ടാവണം. അതിൽ ഒന്ന് മാത്രമാണ് ആധാർ ID. അത് +2 കഴിഞ്ഞവർക്ക് ഡിജി ലോക്കർ വെബ്സൈറ്റ് വഴി, ഡിജി ലോക്കറിൻ്റെ അക്കൗണ്ട് വഴി ആധാർ ID നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു 4 5 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. ആധാർ ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു 12 അക്ക നമ്പർ മാത്രമാണ്. അതിന് നിങ്ങൾ കൂടുതൽ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇനി ഒരു ആധാർ എപ്പോഴായിരിക്കണം അപ്ഡേറ്റ് ചെയ്യേണ്ടത്? കഴിഞ്ഞ ഒരു 4 5 വർഷത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്തതാണെങ്കിൽ, അതൊരു മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തതാണെങ്കിൽ, 2024 നിങ്ങൾ ആധാർ വെച്ച് തന്നെയാണ് ചെയ്തതെങ്കിൽ, ഇപ്പോൾ ഇനി പുതിയതായിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട സാഹചര്യം ഒന്നുമില്ല. വളരെ കൊച്ചുകാലത്തെ ഫോട്ടോയാണ്, ഒരു 10 വർഷം മുമ്പൊക്കെയുള്ള ആധാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആധാർ എന്താണെങ്കിലും ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് നിർബന്ധമാണ്. ഒന്നുകിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാർ, അല്ലെങ്കിൽ ഡിജി ലോക്കർ. ഡിജി ലോക്കർ ID ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആധാർ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഡിജി ലോക്കർ ID ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആധാർ ID നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു യൂണിക് ID, ഒരു നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നീറ്റ് 2025 രജിസ്റ്റർ ചെയ്യുന്നതിനും പരീക്ഷയ്ക്കും അഡ്മിഷനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതിൻ്റെ നിങ്ങളെ ഒരു അവയർനാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഉദ്ദേശം. നീറ്റുമായിട്ട് ആധാർ ID ബന്ധിപ്പിച്ചു എന്ന് പറയുന്നത് എല്ലാവർക്കും ആധാർ ID വേണമെന്നല്ല. ആധാർ IDയും രജിസ്ട്രേഷനിൽ ഒരു നമ്പറായിട്ട് വരും.
നിങ്ങളുടെ നീറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസും സ്കോറും എല്ലാം അതിനകത്ത് അപ്ഡേറ്റഡ് ആവും. നിങ്ങൾക്ക് വരും കാലങ്ങളിലും നിങ്ങൾക്ക് പഠിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകളും നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്കുകളും അങ്ങനെയുള്ള ബന്ധപ്പെട്ട എല്ലാ ഐഡികളും എല്ലാ സ്കോറുകളും ക്രെഡൻഷ്യൽസും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാകേണ്ട ഒന്ന് മാത്രമാണ് ആധാർ ID. അത് നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് വഴി ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഈ ഫെബ്രുവരിയിൽ തന്നെ, ഫെബ്രുവരി ആദ്യം തന്നെ നീറ്റിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആധാർ ഇല്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ പാൻ കാർഡോ പാസ്പോർട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. വിദേശത്തുള്ളവരെ നിങ്ങൾക്ക് പാസ്പോർട്ട് വെച്ച് അപ്ലൈ ചെയ്യുന്നതിനും പാസ്പോർട്ട് വെച്ച് പരീക്ഷ എഴുതുന്നതിനും പാസ്പോർട്ട് തന്നെ വെച്ചിട്ട് അഡ്മിഷൻ എടുക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. വീണ്ടും നീറ്റ് സംബന്ധിച്ചുള്ള അപ്ഡേഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.